മുച്ചി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. നിറമധുർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് പുതിയ കെട്ടിടം ഒരുങ്ങുന്നു. മന്ത്രി വി അബ്ദുറഹ്മാൻ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാകുന്നതോടെ ക്ലാസ് മുറികളുടെ അപര്യാപ്തത പരിഹരിക്കാനാവുമെന്ന് മന്ത്രി പറഞ്ഞു. 88 ലക്ഷം രൂപ ചെലവിലാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം. നിലവിലെ കെട്ടിടത്തിനോട് സമാന്തരമായാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള നിറമധുർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു. പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാകുന്നതോടെ ക്ലാസ് മുറികളുടെ അപര്യാപ്തത പരിഹരിക്കാനാകുമെന്ന് മന്ത്രി പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് 4 ക്ലാസ് റൂമുകൾ കൂടി അപ്പുറത്ത് നിർമ്മിക്കുന്നത്. ഇത് മൂന്നും ചേർന്നാൽ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് എത്ര കുട്ടികൾ വന്നാലും പഠിക്കാനുള്ള സൗകര്യമാവും. അതോടൊപ്പം തന്നെ ഒരു ഇൻഡോർ കോർട്ടിന്റെ നിർമ്മാണം നടക്കുകയാണ്. നിങ്ങളൊക്കെ തന്നെ കാണുന്നത്. അപ്പോൾ അത് നമ്മളെ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ്. കാരണം കൂടുതൽ വിസ്തൃതി ഇല്ലാത്ത ഒരു വിദ്യാലയമാണ്. സ്ഥലപരിമിതി നല്ല രീതിയിൽ. അപ്പോൾ നിലവിൽ നമ്മുടെ കൈവശമുള്ള ഭൂമി ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലം കൂടി നമ്മൾ അതിൽ കരുതേണ്ടതുണ്ട്. അപ്പോൾ എല്ലാം കൂടി വരുമ്പോൾ ഒരു കൺജഷനാണെങ്കിൽ ഇത് കാര്യങ്ങൾ നടത്താതിരിക്കാൻ കഴിയില്ല. കാരണം കുട്ടികൾക്ക് ഇരിക്കാൻ സ്ഥലം വേണം എന്നുള്ളതുകൊണ്ടാണ്. പുതിയ നിർമ്മാണ പ്രവർത്തികൾക്ക് സ്ഥലലഭ്യത തടസ്സമാകുന്നുണ്ട്. എങ്കിലും ഒരേ സമയം പഠന പ്രവർത്തനങ്ങൾക്കും കായികപരമായ വളർച്ചയ്ക്കും വിഘാതമാകാത്ത തരത്തിലുള്ള പദ്ധതികളാണ് ആസൂത്രണം ചെയ്യുന്നത്. ഈ ആശയം മുൻനിർത്തിയാണ് ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണത്തിന് കൂടി സ്കൂളിൽ തുടക്കം കുറിച്ചതെന്ന് മന്ത്രി പറഞ്ഞു. 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 88 ലക്ഷം രൂപ ചെലവിലാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം. നിലവിലെ കെട്ടിടത്തോട് സമാന്തരമായാണ് പുതിയ കെട്ടിടം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. 276.81 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള കെട്ടിടത്തിന് 3 നിലകളുണ്ടാകും. ഊരാളുങ്കലാണ് നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. സ്കൂളിൽ നടന്ന പരിപാടിയിൽ നിറമധുർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പുതുശ്ശേരി അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നാസർ പോളാട്ട്, PTA പ്രസിഡന്റ് KT ശശി, SMC ചെയർമാൻ P മുസ്തഫ, മധ്യസ് PTA പ്രസിഡന്റ് ഷെറീന, PTA വൈസ് പ്രസിഡന്റ് നിയാസ്, പ്രധാനാധ്യാപകൻ വിനോദൻ മുഴിക്കൽ, പ്രിൻസിപ്പൽ PV ഷിജു തുടങ്ങിയവർ സംസാരിച്ചു.